ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയ സംഭവത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരിക്കുന്നു. കൊച്ചി നോർത്ത് ടൗൺ പോലീസ് സ്റ്റേഷനിലാണ് കൃത്യം 10 മണിക്ക് ഷൈൻ ടോം ചാക്കോ ഹാജരായത്. ഒരു ആഡംബര കാറിൽ വന്ന് ഇറങ്ങി നീല നിറത്തിൽ വെള്ള ഡിസൈൻ ധരിച്ച ഷർട്ടും നീല തൊപ്പിയും ധരിച്ച് ഇറങ്ങിയ ഷൈൻ ടോം ചാക്കോ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ നിൽക്കാതെ നേരെ പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറിപ്പോയിരിക്കുകയാണ്. കൃത്യം 10 മണിക്കാണ് ഷൈൻ ടോം ചാക്കോ എത്തിയത്. നേരത്തെ രാവിലെ 10:30 എത്താൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളുണ്ടായിരുന്നു. വൈകിട്ട് 3 മണിക്കായിരിക്കും എത്തുക എന്ന് ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കൃത്യം 10 മണിക്ക് തന്നെ ഷൈൻ ടോം ചാക്കോ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരിക്കുന്നു. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായ ഷൈൻ ടോം ചാക്കോയെ അങ്ങനെ നോട്ടീസ് നൽകപ്പെട്ട് വിളിച്ചു വരുത്തുന്ന വ്യക്തിയോട് ഏത് രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് പാലിക്കേണ്ടത്, ആ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഉടൻ തന്നെ ചോദ്യം ചെയ്യൽ പ്രക്രിയ ആരംഭിക്കാൻ ആണ് സാധ്യതയുള്ളത്. 32 ചോദ്യങ്ങളാണ് പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത്. ആ 32 ചോദ്യങ്ങൾ അണിനിരത്തിക്കൊണ്ട് ഉള്ള ചോദ്യാവലിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ആ ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് പ്രാഥമികമായിട്ട് ഷൈൻ ടോം ചാക്കോയ്ക്ക് അറിയാൻ കഴിയും. ഷൈൻ ടോം ചാക്കോ നേരത്തെ തന്നെ അഭിഭാഷകന്റെ സഹായം തേടിയിരുന്നു. ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ഏതൊക്കെ ഉപചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ഏതൊക്കെ ചോദ്യങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ഉത്തരങ്ങൾ പറയുമ്പോൾ ആ ഉത്തരങ്ങൾ കയറി പിടിച്ച് ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ പോലീസ് ഉപചോദ്യങ്ങളായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്, കുരുക്ക് വീഴാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കേണ്ടത് ഏതൊക്കെയാണ്, അറിയില്ല എന്ന് പറയേണ്ടത് ഏതൊക്കെ കാര്യങ്ങളിലാണ്, ഓർക്കുന്നില്ല എന്ന് പറയേണ്ടത് ഏതൊക്കെ കാര്യങ്ങളിലാണ് എന്നൊക്കെ കൃത്യമായ അഭിഭാഷക ഉപദേശം ലഭിച്ചതിന് ശേഷമാണ് ഷൈൻ ടോം ചാക്കോ എത്തിയിരിക്കുന്നത്. അതേസമയം അങ്ങനെ അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുള്ള ഉപദേശപ്രകാരം ചോദ്യം ചെയ്യലിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയുള്ള കരുനീക്കങ്ങളുമായിട്ടായിരിക്കും ഷൈൻ ടോം ചാക്കോ എത്തുക എന്നതുകൊണ്ട് തന്നെ അതിനെ മറികടക്കുന്ന രീതിയിലുള്ള ഒരിക്കലും ഊഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ, ഒപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയുടെ ഫോണിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള കോൾ ലോഗുകൾ, ആ കോൾ ലോഗിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന ആളുകളെ ഇത്ര മണിക്ക് വിളിച്ചിരിക്കുന്നു, ആ വിളിച്ചതിന് ശേഷം നിങ്ങൾ അതിനുശേഷം വിളിച്ചിരിക്കുന്നത് ഇന്ന ആളെയാണ്, ആ ആളും ഇയാളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയുള്ള ചോദ്യങ്ങൾ വന്നേക്കാം. ഷൈൻ ടോം ചാക്കോയുടെ മുറിയിലെത്തിയ 2 യുവതികൾ, ആ യുവതികൾ എന്തിനാണ് എത്തിയത്, എന്തായിരുന്നു ആ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം, ആ സന്ദർശനത്തിൻ്റെ പിറകിൽ ലഹരി മാഫിയയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയതിൽ ആയിരിക്കും പോലീസ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒന്നാമത്തെ ചോദ്യം തന്നെ അതാവാനാണ് സാധ്യത. എന്തുകൊണ്ട് നിങ്ങൾ ഡാൻസ് ഓഫ് സംഘം എത്തിയപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടി, അതിനകത്തുള്ള ഗൂഢോദ്ദേശം എന്തായിരുന്നു എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും വരാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ അതിൽ രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത് പോലീസിനെ കണ്ട് ഭയന്നിട്ടാണ് താൻ ഓടിയത്, താൻ ഒരു സെലിബ്രിറ്റിയാണ്, പോലീസിൻ്റെ മുമ്പിൽ അങ്ങനെ ആഘോഷിക്കപ്പെട്ട് നിൽക്കാവുന്ന ഒന്നല്ല തൻ്റെ സെലിബ്രിറ്റി സ്ഥാനം എന്ന് ഒരുപക്ഷെ പറഞ്ഞു എന്ന് വന്നേക്കാം. അത് സ്വാഭാവികമായിട്ട് സുരക്ഷയുള്ള ഒരു ഉത്തരമായിട്ട് മാറി എന്നും വന്നേക്കാം. എന്തായാലും ആ കാര്യത്തിലായിരിക്കും പോലീസ് പ്രാഥമികമായിട്ടുള്ള വിശദീകരണം തേടുക. പ്രത്യേകം തയ്യാറാക്കിയ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിൽ ഷൈനെ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് വിജിത. വിവരങ്ങൾ നൽകാൻ ചേരുന്നു. വിജിത, ചോദ്യം ചെയ്യൽ ഉടൻ തന്നെ ആരംഭിക്കുമല്ലേ? MS സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ പ്രതീക്ഷകൾക്കും പോലീസിന്റെ കാത്തിരിപ്പിനുമെല്ലാം വിരാമം ഇട്ടുകൊണ്ടാണ് കൃത്യം 10 മണിക്ക് ഷൈൻ ടോം ചാക്കോ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഹാജരായിരിക്കുന്നത്. നേരത്തെ ഇന്നലെയെല്ലാം ഈ ഒരു നോട്ടീസ് നൽകാൻ പോലീസ് തൃശ്ശൂരിലെ വീട്ടിലെത്തിയ സമയത്തെല്ലാം തന്നെ ഈ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് അടക്കം പറഞ്ഞിരുന്നത് 3 മണിക്ക് ഷൈൻ ടോം ചാക്കോ പോലീസ് സ്റ്റേഷനിൽ എത്തും, അവൻ എത്താനുള്ള ഒരു സമയം കിട്ടണ്ടേ എന്നുള്ള കാര്യമാണ്. എന്നാൽ ഇപ്പോൾ 10:30 എത്തുമെന്ന് കുറച്ചു മുന്നേ വാർത്തകളും റിപ്പോർട്ടുകളും എല്ലാം തന്നെ നിഗമനങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനെല്ലാം തന്നെ വിരാമം ഇട്ടുകൊണ്ട് കൃത്യം 10 മണിക്ക് തന്നെ ഷൈൻ ടോം ചാക്കോ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ട്. എന്തായാലും
ഇനി ചോദ്യം ചെയ്യൽ ആരംഭിക്കേണ്ടതുണ്ട്. എന്തായാലും കൃത്യമായിട്ടുള്ള പഴുതുകൾ അടച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് തന്നെയായിരിക്കും പോലീസ് കടക്കുന്നുണ്ടായിരിക്കുക. സെൻട്രൽ ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യുന്നത്. കൃത്യമായ ചോദ്യാവലി അടക്കം എടുത്തിട്ടാണ്, അല്ലെങ്കിൽ കൃത്യമായ ചോദ്യാവലി അടക്കം ഇട്ടുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോലീസ് കടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ ഓടിപ്പോയതിന്റെ ഒരു കാരണം കൃത്യമായി വ്യക്തമാക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു കൃത്യമായ ചോദ്യാവലി അടക്കം തയ്യാറാക്കി മുൻകരുതലുകളെല്ലാം എടുത്തുകൊണ്ട് എവിടെ എന്ത് ആ രീതിയിൽ കൃത്യമായിട്ടുള്ള ചോദ്യാവലി തയ്യാറാക്കിയിട്ടാണ് ചോദ്യം ചെയ്യൽ ആരംഭിക്കാൻ പോകുന്നത്. ഈ ചോദ്യം ചെയ്യൽ നീണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഹോട്ടലിലെ ലഹരി പരിശോധനയ്ക്കിടെ ഓടി രക്ഷപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോ രാവിലെ 10:30 ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. വേണമെങ്കിൽ അരമണിക്കൂർ മുമ്പേ പുറപ്പെടാമെന്ന് പറയുന്നത് പോലെ പോലീസ് സ്റ്റേഷനിലേക്ക് അരമണിക്കൂർ മുമ്പേ എത്തി കൃത്യം 10 മണിക്ക് ഹാജരായിരിക്കുന്നു. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കൊച്ചി നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഷൈൻ ഹാജരാകുമെന്നാണ് ഇന്നലെ പിതാവ് ചാക്കോ പോലീസിനെ അറിയിച്ചിരുന്നത്. എന്നാൽ 10:30 ഷൈൻ എത്തും എന്നുള്ള രീതിയിൽ ഇന്ന് രാവിലെ തന്നെ വിവരങ്ങളുണ്ടായിരുന്നു. ആ 10:30 മുമ്പേ, അരമണിക്കൂർ മുമ്പേ 10 മണിക്ക് എത്തി ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നു ഷൈൻ ടോം ചാക്കോ. ചോദ്യം ചെയ്യൽ നീണ്ടുപോകും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സെൻട്രൽ ACPയുടെ നേതൃത്വത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ. നടനെ ചോദ്യം ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും. അന്വേഷണവുമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കും, നിരപരാധിത്വം തെളിയിക്കുമെന്നൊക്കെ ഇന്നലെ ഷൈൻ്റെ പിതാവ് ചാക്കോ പറയുകയുണ്ടായി. ഒരു കുറ്റവും എൻ്റെ മകൻ ചെയ്തിട്ടില്ല, ഇതെല്ലാം ഓലപ്പാമ്പ് കേസാണ് എന്നാണ് ഇന്നലെ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് സൂചിപ്പിച്ചിരുന്നത്. ഡാൻസ് ഓഫ് ടീം എത്തിയപ്പോൾ ഷൈനെ എന്തിനിറങ്ങിയോടി? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് മുന്നിൽ വരുന്നത്. എന്തിനാണ് ഹോട്ടൽ മുറിയെടുത്തത്? എന്തിനാണ് ഒളിവിൽ പോയത്? ഇങ്ങനെ ഉള്ള ചോദ്യങ്ങൾ അണിനിരത്തിക്കൊണ്ട് പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ ആരംഭിക്കാൻ പോകുന്നു. മുൻകാല കേസുകളെ പറ്റിയും സ്വാഭാവികമായിട്ടും പോലീസ് ചോദിച്ചറിയാൻ സാധ്യതയുണ്ട്. 32 ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള പ്രാഥമിക ചോദ്യാവലി എറണാകുളം ടൗൺ നോർത്ത് പോലീസ് തയ്യാറാക്കിയിരിക്കുന്നു. അത് പ്രാഥമികമായൊരു ചോദ്യാവലിയാണ്. ആ ചോദ്യങ്ങൾക്ക് ഉപചോദ്യങ്ങൾ ഉണ്ടാവും. ഉപചോദ്യങ്ങൾക്ക് നൽകുന്ന ഉത്തരങ്ങളിൽ കയറിപ്പിടിച്ചുകൊണ്ടുള്ള മറുചോദ്യങ്ങളുണ്ടാവും. തെളിവുകൾ നിരത്തി കാണിച്ചുകൊണ്ട് പെട്ടെന്ന് ഉത്തരം നൽകാൻ കഴിയാത്ത രീതിയിൽ സങ്കീർണമായ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പ്രതിയെ ഏതൊക്കെ രീതിയിൽ അയാൾ ഒളിച്ചു വെക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും സ്വാഭാവികമായിട്ടും ഈ ഒരു ചോദ്യോത്തര വേളയിൽ ഉണ്ടാവും. ഷൈൻ ടോം ചാക്കോയുടെ കഴിഞ്ഞ 1 മാസത്തെ കോൾ ലോഗുകൾ പോലീസ് ശേഖരിച്ചു വച്ചിട്ടുണ്ട്. ആ കോൾ ലോഗുകളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാവും. ഈ അടുത്തിടെ എറണാകുളം നഗരത്തിൽ 6 ഹോട്ടലുകളിലാണ് ഷൈൻ ടോം ചാക്കോ താമസിച്ചിരുന്നത്. ആ 6 ഹോട്ടലുകളിൽ നിന്നുള്ള എല്ലാ ആംഗിളുകളിലുമുള്ള, എല്ലാ കോണുകളിലുമുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു വെച്ചുകൊണ്ട് ആ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലും ഷൈൻ ടോം ചാക്കോയോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ഹോട്ടലിൽ നിന്ന് ചാടി ഇറങ്ങി നീന്തൽക്കുളത്തിലേക്ക് ചാടി അവിടെ നിന്ന് ഓടി ബൈക്കിൽ കയറി രക്ഷപ്പെടാൻ പാകത്തിന് എന്ത് കുറ്റകൃത്യത്തിൽ നിന്ന് ആണ് നിങ്ങൾ ഒളിച്ചോടിയത് എന്നുള്ള ചോദ്യം വന്നേക്കാം. അവിടെ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ഒളിവിൽ പോയത് എന്തിന് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും വന്നേക്കാം. ഇതിനു മുൻപ് ഷൈൻ ടോം ചാക്കോക്കെതിരെ രാസലഹരി അടക്കമുള്ള വിഷയങ്ങളിൽ ഉയർന്ന ആരോപണങ്ങളിൽ പോലീസ് എടുത്ത നടപടികൾ കൃത്യമായ രീതിയിലുള്ള നടപടികളല്ല എന്നുള്ള വിമർശനങ്ങൾ നിലനിൽക്കെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി അത്തരത്തിലുള്ള ഒരു ആരോപണം പോലീസിന് നേരെ വരാത്ത രീതിയിലുള്ള ചോദ്യങ്ങളും ഈ ചോദ്യം ചെയ്യലിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഹോട്ടലുകളിൽ താമസിച്ചിരുന്ന ദിവസങ്ങളിൽ ഷൈൻ ടോം ചാക്കോയെ സന്ദർശിച്ചവരുടെ പട്ടിക പോലീസിൻ്റെ പക്കലുണ്ട്. ഷൈൻ ടോം ചാക്കോ സിനിമാ ചിത്രീകരണ സ്ഥലത്ത് ലഹരിമരുന്ന് ഉപയോഗിക്കുകയും സ്ത്രീകളോട് മോശം രീതിയിൽ പെരുമാറുകയും ചെയ്തു എന്നതടക്കമുള്ള പരാതികൾ മുന്നോട്ട് വെച്ച നടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള സുപ്രധാനമായ ചോദ്യം ചെയ്യലും പോലീസ് ഇന്ന് നടത്തും. ഒപ്പം തന്നെ ഷൈൻ കേരളത്തിന് പുറത്തേക്ക് ഇതര സംസ്ഥാനങ്ങളിലേക്ക് നടത്തിയ യാത്രകളുടെ വിവരങ്ങൾ ഭൂരിപക്ഷവും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ആ യാത്രകളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലുണ്ടാവും. സ്വാഭാവികമായിട്ടും ഇത്രയധികം ചോദ്യങ്ങളും അതിൻ്റെ ഉപചോദ്യങ്ങളും ഒക്കെയായിട്ട് ഇന്ന് വൈകിട്ട് വരെയും ഈ ചോദ്യം ചെയ്യൽ തുടരാം. ചിലപ്പോൾ അതിനേക്കാൾ നീണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്നും വന്നേക്കാം. എക്സൈസിന്
ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. എക്സൈസിന് കിട്ടിയ വിവരങ്ങൾ അത് പോലീസിന് കൈമാറിയിട്ടുണ്ട്. പോലീസിന് കൈമാറിയ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എക്സൈസിന് കിട്ടിയ വിവരങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഉപചോദ്യങ്ങളും വരും. ഇതടക്കം നിരത്തി ആയിരിക്കും ഷൈനെ ചോദ്യം ചെയ്യുക. വിജിത തുടരുന്നു. വിജിത, ചോദ്യം ചെയ്യൽ ഉടൻ തന്നെ ആരംഭിക്കുമല്ലേ? MS സൂചിപ്പിച്ച പോലെ തന്നെ ചോദ്യം ചെയ്യൽ ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് തന്നെയാണ് നമുക്കും അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഈ 32 ചോദ്യങ്ങൾ തയ്യാറാക്കി വെച്ചത് വെറുതെ ഒന്നുമല്ല. കൃത്യമായി ഒരു പഴുതടച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചോദ്യം ചെയ്യാനെത്തിയ സംഘവും എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഷൈൻ ടോം ചാക്കോ താമസിച്ച ഹോട്ടൽ മുറികളിലെ അടക്കം CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഒരു ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ടുള്ള ഷൈൻ ടോം ചാക്കോയുടെ കോൾ ലോഗ് അടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു സമയത്ത് പരിശോധിക്കും. ആർക്കൊക്കെ വിളിച്ചു അല്ലെങ്കിൽ ആരൊക്കെയായി ബന്ധപ്പെട്ടു, ഈ ഒരു സാഹചര്യത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡീലിങ്സ് എല്ലാം നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കും. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ എന്തിനു ഓടി എന്നത് തന്നെയാണ് ഈ ഒരു കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തി എന്തിന് ഇവിടുന്ന് ഓടി രക്ഷപ്പെടണം? അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോ ഇക്കാര്യത്തിൽ ഷൈൻ ടോം ചാക്കോയുടെ സുഹൃത്തുക്കൾ അടക്കം കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ഒരു നേരത്തെ ഉണ്ടായിട്ടുള്ള കേസിൽ പോലീസ് ചോദ്യം ചെയ്യുമോ അല്ലെങ്കിൽ അതിലൊരു അറസ്റ്റ് വരുമോ എന്നുള്ള ഒരു പേടി കൊണ്ടാണ് ഷൈൻ ടോം ചാക്കോ ഓടിയത് എന്നുള്ള ഒരു കാര്യമാണ് സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയെങ്കിൽ എന്തിന് ഇത്രയും കൊല്ലം കേസ് നടത്തി എന്നെല്ലാം ഇന്നലെ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് പറയുകയുണ്ടായി. എങ്കിൽ എന്തിന് അവിടെ പേടിക്കേണ്ട ഒരു കാര്യമുണ്ട്? ഒരു അന്വേഷണം വരുന്ന സമയത്ത് അതിനെ ഇങ്ങനെ പേടിച്ചുകൊണ്ട് ഓടേണ്ട ഒരു അവസ്ഥ എന്താണ് ഉള്ളത്, നേരിടേണ്ട എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇതിനെ തുടർന്നെല്ലാം തന്നെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഈ ഓടിയതിന്റെ കാരണം വെറുതെ ഓടിയതല്ല, രക്ഷപ്പെട്ടുകൊണ്ട് പോലീസ് വാഹനം കാണുന്നതിനെ തുടർന്ന് ആരോ റിസപ്ഷനിൽ വിളിച്ചു എന്ന് പറഞ്ഞ് ആ ഒരു ഫോൺ സന്ദേശം വന്നു എന്നെല്ലാം പറഞ്ഞാണ് ഷൈൻ ടോം ചാക്കോ ഓടി രക്ഷപ്പെടുന്നത്. എന്നാൽ അവ്യക്തമായ ഒരു ഉത്തരം നൽകിക്കൊണ്ട് തന്നെയാണ് ഷൈൻ ടോം ചാക്കോ അവിടെ നിന്നും രക്ഷപ്പെട്ട് പിന്നീട് പൊള്ളാച്ചിയിലെത്തി അല്ലെങ്കിൽ വേറെ ഹോട്ടലിലേക്ക് മാറി എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇതിനെ സംബന്ധിച്ചെല്ലാം വരികയുണ്ടായി. തുടർന്ന് ഇന്ന് ഈ ഒരു ഇത്രയും മണിക്കൂറുകൾക്ക് ശേഷമാണ് ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ നേരത്തെ ഹാജരായെങ്കിൽ പോലും ഇത്രയും മണിക്കൂറുകളിലെ ആ ഒരു മാറി നിൽക്കൽ എന്തിനായിരുന്നു എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ചോദ്യങ്ങൾ ഉയരുകയാണ്. ഇക്കാര്യത്തിലെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പോലീസിനെ കണ്ടപ്പോൾ ഭയന്നോടാൻ മാത്രം എന്തായിരുന്നു ഷൈൻ ടോം ചാക്കോയുടെ കാരണം? കയ്യിൽ ലഹരി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചത് ഇനി പോലീസ് തിരിച്ചറിയും എന്നുള്ള പരിശോധനയിലൂടെ എല്ലാം തിരിച്ചറിയും എന്നുള്ളത് കൊണ്ടാണോ ഓടിയത് എന്നുള്ള കാര്യങ്ങളിലെല്ലാം കൃത്യമായ വ്യക്തത വരേണ്ടതുണ്ട്. അതെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടിക്കൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. MS ശരി, കൃത്യം 10 മണിക്ക് ഒരു വെളുത്ത കാറിൽ നിന്ന് കറുത്ത തൊപ്പിയിൽ വെളുത്ത ചിഹ്നം ധരിച്ചുകൊണ്ട് ഷൈൻ ടോം ചാക്കോ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരിക്കുന്നു. ഡാൻസ് ഓഫ് സംഘത്തിന്റെ പരിശോധനയ്ക്കിടെ ബുധനാഴ്ച രാത്രി കൊച്ചിയിലെ PGS വേദാന്ത ഹോട്ടലിൽ നിന്ന് ചാടി ഓടി രക്ഷപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോ പോലീസിൽ ഹാജരായിരിക്കുന്നു. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ 10 മണിയോടുകൂടിയാണ് നടൻ ഹാജരായത്. 10 മണിക്ക് കൊച്ചി നോർത്ത് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് വെള്ളിയാഴ്ച പോലീസ് നോട്ടീസ് നൽകിയിരുന്ന കാര്യം ഓർക്കുക. സെൻട്രൽ ACP C ജയകുമാറിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഷൈനെ ചോദ്യം ചെയ്യുക. ചോദ്യം ചെയ്യൽ ഉടൻ ആരംഭിക്കാൻ പോവുകയാണ്. 32 ചോദ്യങ്ങൾ അടങ്ങിയ ചോദ്യാവലിയാണ് പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത്. ബുധനാഴ്ച രാത്രി കൊച്ചിയിലെ വേദാന്ത ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ കാരണം കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. കഴിഞ്ഞ ദിവസം തൃശൂർ കയ്പമംഗലത്തെ വസതിയിലെത്തിയ എറണാകുളം ടൗൺ നോർത്ത് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഷൈൻ്റെ പിതാവ് ചാക്കോയ്ക്ക് നോട്ടീസ് കൈമാറിയിരുന്ന കാര്യം ഓർക്കുക. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഷൈൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് ഇന്നലെ പിതാവ് അറിയിച്ചിരുന്നു. എങ്കിലും 10 മണിക്ക് മുമ്പ് തന്നെ ഇന്ന് രാവിലെ ഷൈൻ എത്തിച്ചേരുകയായിരുന്നു. മറ്റൊരു ലഹരി ഇടപാടുകാരനെ തേടിയാണ് ബുധനാഴ്ച രാത്രി 10:45 ഡാൻസ് ഓഫ് സംഘം കലൂരിലെ സ്വകാര്യ ഹോട്ടലിൽ എത്തിയത് എന്ന കാര്യം ഓർമ്മിക്കുക. അയാളുടെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഡാൻസ് ഓഫ് സംഘം ഷൈൻ താമസിച്ചിരുന്ന സ്വകാര്യ ഹോട്ടലിൽ എത്തിയത്. എന്നാൽ ആളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മുറിയിൽ നിന്ന് ജാലകം വഴി ചാടിയ ഷൈൻ 2ാം നിലയിലെ ഷീറ്റ് വിരിച്ച മേൽക്കൂരയിലാണ് അന്ന് വീണത്. ഷീറ്റ് തകർന്ന് താഴെ എത്തിയ നടൻ നീന്തൽ കുളത്തിലൂടെയും ഗോവണി ഇറങ്ങിയും ഓടുന്നതൊക്കെ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ
എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഹാജരായ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യുന്ന പ്രക്രിയയിലേക്ക് കടക്കുകയാണ്. അതിനു മുൻപുള്ള എഴുത്തുകുത്തുകൾ പൂർത്തിയാക്കുകയാണ് പോലീസ്. നഗരത്തിൽ ഷൈൻ താമസിച്ച 6 ഹോട്ടലുകളിലെ CCTV ദൃശ്യങ്ങളെല്ലാം ഈ ചോദ്യം ചെയ്യൽ വേളയിൽ കാണിച്ചുകൊണ്ടും ആയിരിക്കും ചോദ്യം ചെയ്യുക. അങ്ങനെ ചോദ്യമുനയിൽ നിൽക്കുകയാണ് ഷൈൻ ടോം ചാക്കോ. മലയാള സിനിമാ മേഖലയെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു നിമിഷമാണ് ഇത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന വേളയിലായിരുന്നു മലയാള സിനിമ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത്. ഇപ്പോൾ ഇതാ മലയാള സിനിമയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നടന്മാരുടെ കൂട്ടത്തിലുള്ള ഒരു യുവ നടൻ രാസലഹരിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുടെയും മറ്റ് പരാതികളുടെയും അടിസ്ഥാനത്തിൽ പോലീസിനാൽ ചോദ്യം ചെയ്യപ്പെട്ട് അന്വേഷണത്തിന് വിധേയനാകാൻ പോകുന്നു. നോട്ടീസ് നൽകപ്പെട്ട് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ പോവുകയാണ് ഷൈൻ ടോം ചാക്കോ. ഷൈനെ കാണാൻ എത്തിയവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഇതോടൊപ്പം തന്നെ ആരംഭിക്കും. സ്വാഭാവികമായിട്ടും ഈ ഒരു നോട്ടീസ് നൽകി നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യൽ ആരംഭിക്കുമ്പോൾ ഷൈൻ ടോം ചാക്കോ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് വിധേയനായിട്ടുണ്ടെങ്കിൽ ആ കുറ്റകൃത്യങ്ങൾക്ക് പങ്കാളികളായവരുടെ കൂടി ചങ്കിടിപ്പിക്കുന്ന ഒന്നായിരിക്കും ഈ ചോദ്യം ചെയ്യൽ. അതേസമയത്ത് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഷൈൻ ടോം ചാക്കോ തന്നെ പല ഘട്ടങ്ങളിൽ സൂചിപ്പിച്ചിരുന്നു. ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ആ രീതിയിൽ സൂചിപ്പിച്ചിരുന്നു. അത് യഥാർത്ഥമാണെങ്കിൽ ഈ ചോദ്യം ചെയ്യൽ പ്രക്രിയയോടുകൂടി അത് പൂർണ്ണമാവേണ്ടതും ഉണ്ട്. എന്തായാലും പ്രത്യേക ചോദ്യാവലിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ ചോദ്യം ചെയ്യൽ ആരംഭിക്കാൻ പോവുകയാണ് നടൻ ഷൈൻ ടോം ചാക്കോ. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ പോകുന്നു.